ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ സ്റ്റേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള റിസോർട്ടിലാണ്. സ്റ്റേറ്റ് ബീച്ച് റിസോർട്ട് കണ്ണൂർ. ഒരു 17 റൂംസ് ഉള്ള നല്ല കിടിലൻ ബീച്ച് ഫേസിങ് റിസോർട്ടാണ്. പയ്യമ്പലം ബീച്ചാണ് ഇത് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ നിയർ ബൈ കാര്യങ്ങൾ, റിസോർട്ടിൽ എന്തൊക്കെയുണ്ട്, നല്ല കിടിലൻ റൂംസ് ആട്ടോ, നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റൂംസൊക്കെ പണിതിരിക്കുന്നത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ സ്റ്റേ ചെയ്തു, അതിൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറയാൻ പോകുന്നത്. എന്താണ് ഇവരുടെ റെസ്റ്റോറൻറ്റ്, എന്താണ് ഇവരുടെ തീം, ഒരു സെയിലർ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കൊല്ലമായി ഇതിപ്പോൾ പണിതിട്ട്. അപ്പോഴേക്കും കൊറോണ വന്നല്ലോ, അപ്പം അത് കുറച്ച് കാലത്തേക്ക് ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഹൈജീനും കാര്യങ്ങളൊക്കെ പാലിച്ച് തുടങ്ങി. കണ്ണൂരിൽ നിന്ന് ഏറ്റവും അടുത്താണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം പയ്യമ്പലം ബീച്ചാണെങ്കിൽ പോലും 2-2.5 കിലോമീറ്റർ കണ്ടോൺമെൻറ്റ് ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൂർ ഈ റിസോർട്ടായി. അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് വരുന്നവർക്കും ഈസി ആയിട്ട് ഇവിടേക്ക് ആക്സസ് ചെയ്യാം. മംഗലാപുരത്ത് നിന്ന് വരുന്നവർക്കും എല്ലാവർക്കും വന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ തന്നെയാണ് ഈ റിസോർട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവല്ലേ. അപ്പോൾ നമുക്ക് റിസപ്ഷൻ തന്നെ തുടങ്ങാം. നല്ല വെറൈറ്റി ആയിട്ടുള്ള റിസപ്ഷൻ ആട്ടോ. ഫുൾ വുഡൻ വർക്കാണ്. വുഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിൽ നിന്നും അതുപോലെ ഈജിപ്തിൽ നിന്നൊക്കെ ഇവർ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന വുഡാണ്. ഈ വുഡിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഞാൻ പറഞ്ഞ ബീച്ച് തീമിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വുഡെല്ലാം ഈ നമ്മുടെ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന വുഡില്ലേ, വേരുകളും അങ്ങനത്തെ എല്ലാം ഇവർ അവിടെ അവർ അക്യൂമുലേറ്റ് ചെയ്ത് അവർ വാങ്ങിച്ച് അവർ സെറ്റ് ചെയ്ത് അത് റിഫൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന വുഡാണ്. അത് വെച്ചിട്ട് ടൈൽ പോലെ ചെയ്തിട്ട് അതാണ് ഇവിടെ എല്ലാം ഒട്ടിച്ചിരിക്കുന്നത്. എല്ലാത്തിനും അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ റിസപ്ഷൻ ഏരിയയിൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊക്കെ നോക്കിയേ, ഇത് മുഴുവൻ വുഡിൻ്റെ വർക്കുകളാണ്. അതിൽ ഇൻറ്റീരിയേഴ്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ടേബിള് കാര്യങ്ങൾ എല്ലാം വുഡ് വർക്കാണ്. ഇതേ ഈ കാണുന്ന കംപ്ലീറ്റ് വർക്ക്സും ഇതെല്ലാം നമുക്ക് ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. വാൾപേപ്പറാണ്. അതിന് പുറമെ ഇതെല്ലാം വുഡാണ്. അവിടെ നിന്ന് വന്നിട്ടാണ് അവർ ചെയ്തിരിക്കുന്നതാണ്. ഇൻറ്റീരിയേഴ്സ് വളരെ ഭംഗിയായി. ഞാൻ കേരളത്തിൽ വേറൊരു റിസോർട്ടിൽ ഈ ഒരു കോൺസെപ്റ്റ് കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഈ ബീച്ച് റിസോർട്ട്സിലൊക്കെ ഒരുപാട് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു കോൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ല പോലെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ സൈഡിൽ കാണിച്ചു തരാം. ഇതുണ്ടോ, കംപ്ലീറ്റ് റിസപ്ഷൻ ഏരിയ. ഈ ഒരു ഫിഷൊക്കെ നല്ല രസമായി ചെയ്തിട്ടുണ്ട്. ഇനിയുണ്ടോ ഇതുപോലെ ഒരുപാട് വർക്കുകളുണ്ട്. എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ കാണാനുള്ള വർക്ക് തന്നെ ഒരുപാടുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം അതാണ്. ഒരു എക്സ്പീരിയൻഷ്യൽ സ്റ്റേ കൂടുതൽ ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കുന്നതാണ്. നമുക്ക് കാണാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് എനിക്ക് മെയിനായിട്ട് നിങ്ങൾക്ക് വീഡിയോസിൽ കാണിച്ചു തരാൻ താല്പര്യം. അതുപോലെ തന്നെ ഇവിടെ കോവിഡ് പ്രോട്ടോകോൾസൊക്കെ ഇവിടെ നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതായത് എന്തൊക്കെയാണ് നിങ്ങൾ ടെമ്പറേച്ചർ ചെക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ കംപ്ലീറ്റ് കോവിഡ് പ്രോട്ടോകോൾസും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. ഞാൻ വന്നപ്പോഴും എനിക്ക് മാസ്ക് ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിക്കാത്തതാണ്. മാസ്ക് ഒക്കെ ഉണ്ട്. ഞാനിവിടെ വന്നപ്പം ഇപ്പോൾ വീഡിയോയിലായതുകൊണ്ട് മാത്രം മാസ്ക് ഇടാതിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോകുകയാണെങ്കിലും മാസ്ക് ഇടണം. വീഡിയോയിൽ മാസ്ക് ഇട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ശ്വാസത്തിന് ഒരു പ്രോബ്ലം വരും. അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ അധികം ആൾക്കാരില്ല ഇപ്പം, അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും മാസ്ക് ഇടുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇവിടെ റിസോർട്ടിൻ്റെ വേറെ ഏരിയാസൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ എക്സൈറ്റഡ് ആണ് നിങ്ങൾക്ക് ഈ ഏരിയാസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവാം. റൂംസ് കാണിച്ചു തരാം. റൂംസിൻ്റെ റേറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 3500 തൊട്ടിട്ട് 7450 ആ റേഞ്ച് വരെയൊക്കെയുള്ള റൂംസ് ഉണ്ട്. 3 കാറ്റഗറി ആയിട്ടാണ് ഇവരുടെ റൂം വരുന്നത്. ഒന്ന് വന്നിട്ട് സോളോ ഡീലക്സ് എന്ന് പറഞ്ഞ കാറ്റഗറി. അത് 2 പേർക്കേ പറ്റുള്ളൂ. തേർഡ് ബെഡൊക്കെ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരണം. ഇവിടെ വന്ന് റൂം എൻജോയ് ചെയ്യണം, പുറത്ത് എൻജോയ് ചെയ്യണം, ഒരുപാട് റേറ്റ് കൊടുക്കാനുണ്ടാകുന്നുണ്ടെങ്കിൽ സോളോ ഡീലക്സ് എടുക്കാം. അതിൻ്റെ ഒരു രീതി എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിറ്റ് ഔട്ട് നിന്നാണ് വ്യൂ, സീലിക്കുള്ള വ്യൂ. ഓക്കെ, പിന്നെ വരുന്നത് വെനീഷ്യൻ ഡീലക്സ് എന്ന് പറഞ്ഞ കാറ്റഗറി. വെനീഷ്യൻ അത് സുപ്രീം കാറ്റഗറിയാണ്. അത് വന്നിട്ട് നിങ്ങൾക്ക് 2 കാറ്റഗറി ഓഫ് റൂംസ് ഉണ്ട് അതിന്. ഒന്ന് വന്നിട്ട് ബാൽക്കണി വ്യൂ ഉള്ള റൂമും ഉണ്ട്, സിറ്റ് ഔട്ട് നിന്ന് തന്നെയുള്ള വ്യൂ ഉള്ള റൂമും ഉണ്ട്. എല്ലാത്തിനും സീ വ്യൂ ആണ്. ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത അതാണ്. എല്ലാ റൂംസിനും സീ വ്യൂ ഉണ്ട്. ചില റൂംസിന് സിറ്റ് ഔട്ട് സീ വ്യൂ ആയിരിക്കും. നമുക്കൊരു കോട്ടേജിലൊക്കെ ഇരുന്ന് കാണുമ്പോഴുള്ള വ്യൂ ഇല്ലേ അത്. അല്ലാത്തതാണെങ്കിൽ നമുക്ക് പുറത്തുനിന്നുള്ള നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ കിട്ടും. പിന്നെ ഒരു സ്യൂട്ടുണ്ട്, നല്ല കിടിലൻ സ്യൂട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പോൾ ഒന്ന് കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, നമ്മുടെ ഈ വരാന്തയൊക്കെ കണ്ടു, ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ട് എനിക്ക് തോന്നി. കാരണം എല്ലാം വുഡാണ്. പിന്നെ കുറച്ചുകൂടി നല്ലതുമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ബീച്ച് സൈഡിലുള്ള റിസോർട്ട്സിലൊക്കെ മെയിൻ പ്രോബ്ലം ഞാൻ കണ്ടിട്ടുള്ളത് ഈ കൊറോഷൻ കൂടുതലാണ്. പെട്ടെന്ന് ഈ ഉപ്പുകാറ്റ് അടിച്ചിട്ട് കേടുവന്നു പോകും റിസോർട്ടൊക്കെ. അപ്പം അതിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി വുഡ് തന്നെ നല്ലതാണ് തോന്നുന്നു. പെട്ടെന്ന് നശിച്ചു പോവില്ല വുഡ്. അതുകൊണ്ട് അങ്ങനെയാണ്. റൂംസിലേക്കുള്ള ഒരു എൻട്രൻസ് ആണിത്. കണ്ട,
നല്ല കീഴിലെ ലുക്കല്ലേ, ഓരോ സൈഡിലൊക്കെ നമുക്ക് ബീച്ച് ഇവിടെ തന്നെ കാണാം. എന്തായാലും നമുക്ക് റൂം കാണാം ഫസ്റ്റ്. അപ്പോൾ നമ്മളിതാ 121 എന്നുള്ളൊരു കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്. ഈ കാറ്റഗറി ഓഫ് റൂം എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രീമിയം റൂം. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രീമിയം റൂമിൽ നിന്ന് തുടങ്ങാം. ഇത് വന്നിട്ട് ഇതിൻ്റെ പേര് കേരള സ്യൂട്ട് എന്നാണ്. ഒറ്റ റൂമേ ഉള്ളൂ ഇത് കേട്ടോ, ഒറ്റ സ്യൂട്ടാണ്, ഏറ്റവും പ്രീമിയം സ്യൂട്ടാണ് ഇവിടുത്തെ ഉള്ളതിൽ. ഒരു രക്ഷയില്ല, അടിപൊളി ഇൻറ്റീരിയേഴ്സ്. ഇത് നോക്കിയ പ്രോപ്പർട്ടി ആമോ, ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്, ഒക്കെ ടൈൽ ഷേപ്പിൽ ചെയ്തിരിക്കുന്ന കേട്ടോ, വുഡാണ് കംപ്ലീറ്റ് വർക്കും, നല്ല രസമായി ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടീ കോഫി മേക്കറും കാര്യങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള യൂണിറ്റ് ഉണ്ട്. നമുക്ക് ഒരു ചെറിയ റെഫ്രിജറേറ്ററുണ്ട്, ടെക്സ്റ്റേഴ്സ് ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട്. ഇതൊക്കെ നല്ല വർക്കല്ലേ. അതുപോലെ ബെഡിൻ്റെ ഒരു തിക്നെസ് കണ്ടോ, ഈ ലെവലിൽ ചെയ്തിട്ടുണ്ട് ബെഡ്. നല്ല ബെഡാണ്. അവർ പറഞ്ഞാൽ ഏകദേശം 1 lakhിനടുത്ത് ബെഡ് മാത്രമായി കേട്ടോ, അത്രയും എക്സ്പെൻസീവാണ് ഈ ബെഡെല്ലാം. അതുപോലെ ഈ ചെയർ, ഇത് രസമല്ലേ കാണാൻ, ഒരു രക്ഷയില്ല. വ്യൂ കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് ബാൽക്കണീസ് ഉണ്ട്, നമുക്ക് ഓരോരോ ബാൽക്കണി ആയിട്ട് കാണേണ്ടി വരും. അപ്പോൾ ഒരു നല്ല TV യൂണിറ്റ് ഇവിടെ നിന്ന് തന്നെ, ബെഡ് തന്നെ കാണാൻ പോലെ, നല്ല കുഷൻ സീറ്റ് കാര്യങ്ങൾ. ഏകദേശം 3 ബാൽക്കണി വരുന്നുണ്ട് ഈ റൂമിന്. നമുക്ക് ഓരോരോ സൈഡിൽ നിന്ന് ഓരോരോ വ്യൂ ആണ്. നമുക്ക് ഫസ്റ്റ് ബാൽക്കണി തുടങ്ങാം അല്ലേ. ഇവിടെ ചെറിയൊരു നമുക്കൊരു ഏരിയ ഉണ്ട്. ഏറ്റവും കൂടുതൽ ആർട്ട് വർക്കുകൾ ഞാൻ കണ്ടു കേട്ടോ ഇവിടെ. കൂടുതലും ഒരു ക്രൂസ് ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഷിപ്പ് അങ്ങനത്തെ, അതായത് ഒരു സെയിലർ, നിങ്ങളൊരു സെയിലർ ഡോക്കിൽ കയറി ഒരു ഷിപ്പിൽ കയറിയ ഫീല് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എന്തായാലും കിട്ടും. കോംപ്ലിമെൻ്ററി ആയിട്ട് വാട്ടർ ബോട്ടിൽസ് എല്ലാം തരുന്നുണ്ട് അവർ. അതുപോലെ അവർ എല്ലാ കോവിഡ് പ്രോട്ടോക്കോൾസും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഈ ഒരു മിറർ കണ്ടോ, ഇതിൻ്റെ വർക്ക്, ചില കാര്യങ്ങളുണ്ടല്ലോ ഭയങ്കര യൂണീക്നെസ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ ഇത് കാണിച്ചു തരാം. ഫസ്റ്റ് ബാൽക്കണിയാണ് ഇത്, കുറച്ച് ചെറിയ ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ നിന്ന് അപ്പുറത്തേക്ക് എൻട്രൻസ് ഉണ്ട്. വ്യൂ കണ്ടോ, ഞാൻ കുറച്ചുകൂടി ആഫ്റ്റർനൂൺ ടൈമിലൊക്കെ ഒരു സമയം ഒരു 2:30-3 മണി ആവുന്നേ ഉള്ളൂ. വൈകുന്നേരം ഞാൻ ഇവിടുത്തെ പുറത്തുനിന്നുള്ള വ്യൂ കാണിച്ചു തരാം. അപ്പോൾ സൺസെറ്റൊക്കെ നമുക്ക് കാണാം. ഇത് അവിടെ നിന്നുള്ളൊരു എൻട്രൻസ് ആണ്. ഇവിടെ അവർ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ഇതിൻ്റെ താഴെയായിട്ട് കൊടുക്കാറുണ്ട്. ഞാനത് കാണിച്ചു തരാം. സെപ്പറേറ്റ് 3 ഡോർ വെച്ചിട്ടുണ്ട് ഇവരിവിടെ. അപ്പോൾ ഏത് ഡോറിലൂടെയും നമുക്ക് ഇങ്ങോട്ട് എൻട്രൻസ് വരും. 3 ബാൽക്കണി ആയിട്ട് ആണിത്. 3 എൻട്രൻസും ഉണ്ട്. ഓക്കെ, ബാൽക്കണിയിലേക്ക് വ്യൂ കണ്ടോ. ഞാൻ റിസോർട്ട് ഒന്ന് കാണിച്ചു തരാം. റിസോർട്ടിൽ നിന്ന് ഫുള്ളാണ് ഇവിടെ. ഒരു ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒരുപാട് വെഡ്ഡിങ് ഫംഗ്ഷൻസും ബർത്ത്ഡേ പാർട്ടീസ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതെ, ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോവും. പിന്നെ ഇങ്ങനെ ഫുൾ റൂംസാണ്. റൂംസിൻ്റെ എല്ലാം വ്യൂ അങ്ങോട്ട്. അവിടെ നിങ്ങൾക്കൊരു ചെറിയ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ അവിടെ പോകുമ്പോൾ അത് കാണിച്ചു തരാം. അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു തരാം എന്താണ്. ഓക്കെ, അതുപോലെ ഈ വുഡൻ വർക്ക്, ഫുൾ ഫ്ലോറിങ് വുഡനാണ്. ഇതാണ് പയ്യമ്പലം ബീച്ച്. പൊളിയല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. വൈകുന്നേരം ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ വരുമ്പോൾ. ഹൈറ്റ് എന്നുള്ള വ്യൂ ആയതുകൊണ്ടേ നമുക്ക് നല്ല ഫീലാണ് വൈകുന്നേരം ഇവിടെ ഇരിക്കുമ്പോൾ. അത്രയും രസമാണ് ഇവിടെ ഇരുന്നിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ. ഇത്രയും ഇങ്ങനെ തിര അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസ് ബീച്ച് സൈഡാണത്. ലൈറ്റ് ഹൗസ് ഉണ്ട്. കുറേ ബിൽഡിങ്സൊക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെ കുറേയൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അടുത്ത കാറ്റഗറി 125 ആണ്. ഇതൊരു സ്യൂട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 121 ആണ് ഏറ്റവും നല്ലൊരു സ്യൂട്ടായിട്ട് ഇവിടെ ഉള്ളത്. അതും നമുക്കൊരു 7500 തന്നെയാണ്. അതാണ് ഏറ്റവും നല്ല സ്യൂട്ട്. ഞാൻ പറഞ്ഞ കോർണർ സ്യൂട്ട്. അപ്പോൾ ഏറ്റവും നല്ല റൂം ഇവിടുത്തെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും 121 ആണെന്ന്. പക്ഷേ എപ്പോഴും അത് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അത് കഴിയുമ്പോൾ വരുന്നത് ഇതാണ്. ഇതിൻ്റെ ഒരു ലെവൽ നോക്കിയേ. ഈ റൂം വേറെ ലെവലാട്ടോ. ഈ റൂം ഓരോരോ റൂംസ് ഇവിടെ ചെയ്തിരിക്കുന്ന ഓരോ തീമിലാണ്. എല്ലാം വേറെ വേറെ തീമിലാണ്. അപ്പോൾ നമുക്ക് ഓരോ റൂമിൽ പോകുമ്പം അതാണോ ഇതാണോ ബെറ്റർ എന്ന് തോന്നിപ്പോവും. അപ്പോൾ അവിടെ കോർണർ റൂം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു വ്യൂ കിട്ടുന്നത്. ബാക്കി എല്ലാ റൂംസിൽ നിന്നും വ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വ്യൂ കാണിച്ചു തരാം. അവിടെ 2 സൈഡിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. എല്ലാ റൂംസും വളരെ നല്ലത് തന്നെയാണ് കേട്ടോ. ആ 121 ആണ് ഏറ്റവും ടോപ്പ് റൂം എന്ന് ഞാൻ പറയും. അത്രേ ഉള്ളൂ. പക്ഷേ ഈ റൂമിൻ്റെ വലുപ്പം നോക്കി. ഇതും നമുക്ക് ഏകദേശം 7500 തന്നെയാണ് വരുന്നത്, ഇൻക്ലൂഡിങ് GST. 7499 എന്ന് പറയാം. ഓക്കെ, ഈ കാറ്റഗറി ഓഫ് റൂമും ഇതിൻ്റെ വർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതൊക്കെ നോക്കി, ഈ സംഭവം കണ്ടോ. അതുപോലെ ഇതിൻ്റെ ടെക്സ്ചേഴ്സ്, ഇതിൽ വെച്ചിരിക്കുന്ന ഈ പിക്ചറൊക്കെ കണ്ടോ,
അതുപോലെ ബെഡിൻ്റെ തിക്നെസ്, പിന്നെ നമ്മൾ നേരത്തെ കണ്ട റൂമിലും ഇതൊക്കെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് റൂമിൻ്റെ വലിപ്പം കണ്ടോ, അത്ര വലിയ റൂമാണേ, വലിയ റൂമാണ്. അതുപോലെ ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വ്യൂസൊക്കെ ഏകദേശം ഒരേപോലെയാണ്. ഇത് കണ്ടോ, ഈ റൂമിൻ്റെ വ്യൂ ആണിത്. കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നിന്നും നമുക്ക് ബീച്ച് ഫേസിങ് തന്നെയാണ്. എല്ലാ റൂംസും ബീച്ച് ഫേസിങ് തന്നെയാണ്. വളരെ നല്ല ഈവനിങ് ഒക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സൺസെറ്റ് കാണാം. നമുക്ക് ഈ കാണുന്ന സ്ട്രെയിറ്റ് കാണുന്ന സൺസെറ്റാണ് ഈവനിങ്. അപ്പോൾ അത്രയും നല്ല വ്യൂ ഉള്ള വളരെ കുറഞ്ഞ പ്രോപ്പർട്ടീസേ കണ്ണൂരുള്ളൂ. അപ്പോൾ എനിക്കതുകൊണ്ട് ഈ പ്രോപ്പർട്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അത്രയും നല്ല റിസോർട്ടാണ്, എനിക്ക് പേഴ്സണലി തോന്നിയതാണ്. അവരുടെ സർവീസ് എല്ലാം നന്നായിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് ഞാൻ പോയി, ഫുഡെല്ലാം പുതിയ ഷെഫാണ്, നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് മെയിനായിട്ട് ഈ റിസോർട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുപോലെ നമുക്ക് അടുത്ത ഒരു കാറ്റഗറി നോക്കാം. ബാത്റൂം കണ്ടില്ല അല്ലേ, നമുക്ക് ബാത്റൂം കാണാം. ബാത്റൂം സ്പേഷ്യസ് ആണ് കേട്ടോ. ബാത്റൂമിൽ അതെ നമുക്കെല്ലാം ഒരു സാനിറ്റൈസ്ഡ് ഫോർ യുവർ പ്രൊട്ടക്ഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. സാനിറ്റൈസേഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹാൻഡ് വാഷ്, അതുപോലെ ബോഡി ലോഷൻ, ഡെൻറ്റൽ കിറ്റ്, സോപ്പ് എല്ലാം കവേർഡാണ്. എല്ലാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ നല്ല രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം. റൂംസ് കാര്യങ്ങൾ പുതിയ റിസോർട്ടാണല്ലോ, അതുകൊണ്ടുള്ള മെയിൻ്റെനൻസ് കൂടി ഉണ്ട്. കാരണം ഇപ്പോൾ 1 കൊല്ലം ആവുന്നേ ഉള്ളൂ റിസോർട്ട്. പക്ഷേ 1 കൊല്ലത്തിൽ കൊറോണ കാരണം അവർ ഏകദേശം 1-2 മാസമായിട്ടേ ഉള്ളൂ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് നല്ല രീതിക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ റൂം കണ്ടല്ലോ, നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. അടുത്ത റൂം നമുക്ക് വെനീഷ്യൻ ഡീലക്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. അത് പോയി കാണാം. ഓക്കെ, റൂട്ട് കഴിഞ്ഞു. അടുത്ത കാറ്റഗറി താഴെ വരുന്ന കാറ്റഗറിയാണ് വെനീഷ്യൻ ഡീലക്സ് എന്ന് പറഞ്ഞ കാറ്റഗറി. അത് നമുക്ക് കാണാം. ഇതാണ് റൂം. അടുത്ത തീം കണ്ടോ, മാറി. ഇത് കുറച്ചുകൂടി സ്റ്റീൽ ബേസ്ഡ് ആയിട്ടും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡൊക്കെ നല്ല കിടിലൻ ബെഡാട്ടോ. കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അവിടെ നിന്ന്. ബാൽക്കണി ഞാനിപ്പോൾ തുറന്നതാണ്. ഞാൻ റൂം കാണിച്ചു തരാം. നല്ല തീമാണ് ചെയ്തിരിക്കുന്നത് എല്ലാം. ആ ടെക്സ്റ്റേഴ്സും കാര്യങ്ങളും. ഇവിടെ ഒരു മിനി ബാർ ഓപ്ഷൻ ഉണ്ട്. മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് റൂം സ്പേസ് കുറവാണ്. പക്ഷേ ഒരു എക്സ്ട്രാ ബെഡ് ഇടാനോ ഒരു 3 പേർക്കൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റൂമാണിത് കേട്ടോ. നല്ല കാറ്റഗറി ഓഫ് റൂമാണ് ഇത്, വെനീഷ്യൻ ഡീലക്സ്. ഇതിന് വന്നിട്ട് നമുക്ക് ബാൽക്കണി വ്യൂ ആണ്. അടുത്തൊരു കാറ്റഗറി ഉണ്ട് വെനീഷ്യൻ ഡീലക്സിൽ തന്നെ സിറ്റ് ഔട്ട് വ്യൂ. ഞാൻ അതുകൂടി കാണിച്ചു തരാം. രണ്ടും വ്യൂ സെയിം തന്നെയാണ്. നമുക്ക് ഫസ്റ്റിൻ ആദ്യം വരുന്ന അവർക്ക് കൊടുക്കുന്ന രീതിക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുണ്ടോ വ്യൂ, എല്ലാം നമുക്ക് സീ വ്യൂ തന്നെയാണ്. അതുപോലെ തന്നെ നല്ല കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കാറ്റാണ് വൈകുന്നേരം. ഇപ്പോൾ ഒത്തിരി ചൂട് കൂടുതലാണ്. പിന്നെ AC, എല്ലാ റൂംസും AC ആട്ടോ. എല്ലാ റൂംസും AC ആണ്. നോൺ AC പരിപാടിയൊന്നും ഇല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ റൂമിൻ്റെ ഉള്ളിൽ പ്രശ്നമില്ല. പക്ഷേ വൈകുന്നേരം വേറെ ഫീലാണ്. ഇവിടെ ഒരുപാട് ക്രൗഡൊക്കെ ഉണ്ടാവും വൈകുന്നേരം. അതുപോലെ തന്നെ കുറച്ച് നല്ല വൈബ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സെറ്റപ്പാണ് ഇവിടെ വൈകുന്നേരം. അപ്പോൾ നമുക്കിനി വെനീഷ്യൻ ഡീലക്സിൻ്റെ അടുത്ത കാറ്റഗറി ഉണ്ട്. അത് സിറ്റ് ഔട്ട് വ്യൂ ആയിട്ടുള്ളതാണ്. അത് കാണാം. ഇതുണ്ടോ, ഇതൊക്കെ ഈ കാറ്റഗറി കണ്ടു. ഓഷ്യൻ ഹട്ട് റിസപ്ഷൻ, സെയിലേഴ്സ് കഫേ, ഹാർബർ റെസ്റ്റോറൻറ്റ്, ക്രൂസ് മീറ്റിംഗ് റൂം. പൈററ്റ്സ് ആൻഡ് കരീബിയൻ്റെ കുറച്ച് ഫോട്ടോസ് കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു പൈററ്റ്സ് ആൻഡ് കരീബിയൻ സെറ്റപ്പ് ആയത്. ആ രസമുണ്ട്. ശരിക്കൊരു ഷിപ്പിൻ്റെ ഡക്കും ഒരു ഷിപ്പിൽ കയറിയ ഫീലാണ് കേട്ടോ. ആ ഒരു തീമിലാണ് കംപ്ലീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇനി അടുത്ത കാറ്റഗറി ഓഫ് റൂം കാണാം. ഇത് അടുത്ത കാറ്റഗറി കേട്ടോ. ഇതാണ് നമ്മുടെ വെനീഷ്യൻ ഡീലക്സിൻ്റെ വിത്ത് സിറ്റ് ഔട്ട്. നമ്മൾ നേരത്തെ ബാൽക്കണിയുള്ള കാറ്റഗറി കണ്ടു. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ മുകളിൽ കാണുന്ന റൂം കാറ്റഗറിയും താഴെ കാണുന്ന റൂം കാറ്റഗറി ഒരേ റേറ്റ് തന്നെയാണ്. 5500 പ്ലസ് ടാക്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഡിസ്കൗണ്ട് റേറ്റ് ഒക്കെ കിട്ടും. കാരണം ബാങ്ക് കാർഡ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ റൂമിൽ നിന്നുള്ള വ്യൂ ഇവിടെ സിറ്റ് ഔട്ടാണ് കേട്ടോ. അവിടെ ബാൽക്കണി ആണെങ്കിൽ ഇവിടെ സിറ്റ് ഔട്ടാണ്. പക്ഷേ രണ്ടും നല്ല വ്യൂ ആണ്. സിറ്റ് ഔട്ടിൽ നിന്ന് ഗാർഡനാണ്. ഗാർഡൻ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് സീ വ്യൂ ആണ്. ഇവിടെ സിറ്റ് ഔട്ട് എന്നുള്ള വ്യൂ ആയി കാണുന്ന സീ വ്യൂ കേട്ടോ. അത്രയും അടുത്ത് തന്നെയാണ്. നമുക്ക് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. അത്രയും അടുത്ത് തന്നെയാണ് കടൽ. എല്ലാത്തു നിന്നുള്ള വ്യൂ ആണ്. അത് ഇവിടെ നിന്ന് സൺസെറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടി ആക്സസിബിൾ ആണ്. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരണം. ഇതാകുമ്പം അത്രയും അടുത്താണ്. താഴെ ഇറങ്ങി നമുക്ക് ഈസി ആയിട്ട് നടക്കാം. അതുപോലെ തന്നെ ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാം. മറ്റേത് നമുക്ക് മുകളിലാവുമ്പോൾ ആ ബാൽക്കണി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ടോട്ടൽ ഏരിയ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വ്യൂ കണ്ടോ,
ഒരു രക്ഷയില്ല. ഞാൻ എന്തായാലും വൈകുന്നേരം ഒന്നുകൂടി നന്നായിട്ട് നിങ്ങൾക്കിത് കാണിച്ചു തരാം. ഇവിടെ ഒരു ഡക്ക് ഉണ്ട്, ശരിക്കും ഒരു ഷിപ്പിൻ്റെ ഫ്രണ്ടിലുള്ള ഡക്കൊക്കെ പോലെ തോന്നി എനിക്ക്. ഇത് റിസർവ്ഡ് ഫോർ ഹണിമൂൺ കപ്പിൾ അങ്ങനെയൊക്കെയാണ്. അത് നമുക്ക് റിസർവ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇത് റിസർവ് ചെയ്യാം കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നവരും ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് ഇത് റിസർവ് ചെയ്യാം. റിസർവ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഹണിമൂൺ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് തരും അവർ. അതുപോലെ വേറൊരു ഡക്ക് കൂടി ഉണ്ട്, അവിടെ അറേഞ്ച് ചെയ്ത് തരും. ഇതിലുള്ള വ്യൂ കണ്ടോ, ഇവിടെ നിന്ന് ഇത്ര അടുത്താണ് കടൽ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇതിൻ്റെ വുഡൻ ഫർണിച്ചേഴ്സിൻ്റെ ഒക്കെ വേറൊരു സംഭവമായിട്ട് തന്നെ പറയണം. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇത് അടുത്ത കാറ്റഗറിയാണ് സോളോ ഡീലക്സ്. സോളോ ഡീലക്സ് ഞാൻ 223 റൂം നമ്പർ. ഞാൻ കാറ്റഗറി കാണിച്ചു തരാം കേട്ടോ. ബെഡെല്ലാം സെയിമാണ്, എല്ലാം സെയിമാണ്. റൂം സ്പേസ് ഇത്തിരി കുറവാണ്, അതുകൊണ്ട് എക്സ്ട്രാ ബെഡ് സ്പേസ് കുറവാണ്. ഇടാൻ പറ്റില്ല എന്നല്ല, നമുക്കൊരു തേർഡ് അഡൽട്ടിനൊക്കെ ഒക്യുപ്പൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ടെക്സ്ചറൊക്കെ ഉണ്ട്. ഞാൻ ഓരോരോ കാറ്റഗറി ഓഫ് റൂമിൻ്റെ ഓരോ രസമാണ്. ഈ ടെക്സ്ചേഴ്സ്, ഈ വുഡൻ വർക്കുകൾ, ലൈറ്റ്സ്, വേറെ രസം കേട്ടോ. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. ഇതൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്തിരുന്നത്. സത്യം പറഞ്ഞാൽ സിറ്റിംഗ് ഏരിയ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ബെഡ് ഇടാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ റൂമിൻ്റെ ഒരു ഭംഗിക്കും കാര്യങ്ങൾക്കും ഇതാണ് കുറച്ചുകൂടി രസമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഒരു കാറ്റഗറി ഇങ്ങനെയാണുള്ളത്. നന്നായിട്ടുണ്ട് എല്ലാം. മറ്റേ ഇവിടെ ഒരു ചെറിയൊരു വുഡൻ വാർഡ്രോബ് ഉണ്ട്. നമുക്കൊരു 3500 പ്ലസ് ടാക്സിന് നല്ലൊരു കാറ്റഗറി ഓഫ് റൂം തന്നെയാണത്. കാരണം ഇവിടെ നിന്നും നല്ല വ്യൂ ഉണ്ട്, കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കൊരു ബാച്ചിലേഴ്സായി വരികയാണ്, അധികം പൈസ ചിലവാക്കാതെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറി എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓൺലൈനിലൊക്കെ നോക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ടഡ് റേറ്റ് നിങ്ങൾക്ക് കിട്ടും. ഈ ബാങ്ക് കാർഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാണല്ലോ. നമ്മുടെ മേക്ക് മൈ ട്രിപ്പ്, GoIBIBO, Booking.com എല്ലാത്തിലും ഈ റിസോർട്ട് അവൈലബിൾ ആണ് കേട്ടോ. ഇവിടുത്തെ അടുത്തൊരു കാറ്റഗറി സെയിലേഴ്സ് കഫേയാണ് കേട്ടോ. ഈ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫാമിലി ആയിട്ട് ഇരുന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പ് ആക്ടിവിറ്റിക്കോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന റൂമാണ് കേട്ടോ ഇത്. പല ടൈപ്പിലെ ഒരു ഇൻഡോർ ഗെയിംസിന് വേണ്ടിയിട്ടും കൺവേർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഏരിയ ഇവിടെയുണ്ട്, കഫേ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിന് മുകളിലൊരു ഏരിയ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല നേരത്തെ ഹണിമൂൺ ഡെക്ക് എന്ന് പറഞ്ഞൊരു ഏരിയ, അതുപോലെ സംഭവമാണ്. ഇതും മൾട്ടി പർപ്പസ് പ്ലേസ് ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിനും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമില്ലേ, ഇതേ ഈ വീട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ അയാൾ കഥ എഴുതുകയാണെന്ന് പറഞ്ഞ ഫിലിമില്ലേ, അതിൽ വന്നിട്ട് ഈ മൂവി നമ്മുടെ മോഹൻലാൽ ഗസറ്റഡ് യക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം എഴുതാൻ വേണ്ടി വരുന്നില്ലേ, അത് ഇതാട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ്. അവരൊരു പ്രൈവറ്റ് സംഭവം ഇത്. അപ്പോൾ നല്ല വ്യൂ ആണ് അവിടെ നിന്നും. കണ്ടില്ലേ, ഇത് കടലാണ്. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് വൈകുന്നേരത്തൊക്കെ. ഏത് സൈഡ് നോക്കിയാലും ഒടുക്കത്തെ വ്യൂ ആയി റിസോർട്ടിൽ. രസം. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ വന്ന് ഇഷ്ടപ്പെടാതിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല. അതുപോലെ നമ്മുടെ സിറ്റിയിൽ നിന്ന് ഏറ്റവും അടുത്താണെന്നുള്ള അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് സിറ്റിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു നല്ല വെയിലടിക്കണം. സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ട്. പിന്നെ എയർപോർട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഈസിയാണ്. കോർപ്പറേറ്റ് ഇവൻറ്റുകൾക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ഇതാണ്. ഇവരുടെ ഒരു കോർപ്പറേറ്റ് കോൺഫറൻസ് റൂമുണ്ട്, അതുകൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ കോർപ്പറേറ്റ് ഇവൻ്റ് ആണെങ്കിൽ പുറത്ത് ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാൻ, ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഈവനിങ് ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, റൂഫ് ടോപ്പ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അനുയോജ്യമായിട്ടുള്ള പ്ലേസാണിത്. അടുത്തൊരു കാറ്റഗറി ക്രൂ റൂമാണ് കേട്ടോ. കോർപ്പറേറ്റ് ഇവൻറ്റും കാര്യങ്ങളൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഇത്. ഞാൻ അത്യാവശ്യം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. ഒരു TV ഉണ്ട്, ഓൺലൈൻ പ്രസൻറ്റേഷനും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരു സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സൺസെറ്റ് ടൈമാണ് കേട്ടോ. ഇപ്പം ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പം ബ്രൈഡ്സ് ആൻഡ് ബ്രൈഡ് ഗ്രൂം അവിടെ ഉണ്ട്. ഒരു ഭയങ്കര വൈബാണ് ഈവനിങ് ടൈമിൽ ഇവിടെ. ഇവിടെ ഫംഗ്ഷൻ റൂഫ് ടോപ്പിൽ തന്നെ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണല്ലേ കംപ്ലീറ്റ് ആയിട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇങ്ങനത്തെ ഫംഗ്ഷൻസൊക്കെ അവിടെ വെച്ച് നടത്താം. ഭയങ്കര ഒരു നല്ല വ്യൂ ആണ്. സൺസെറ്റ് കണ്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര രസമായിട്ടല്ലേ. നല്ലൊരു സീ വ്യൂ ആണ്, സൺസെറ്റ് വ്യൂ ആണ് ഇവിടെ നിന്ന്. അതാണ് ഈ ഒരു ലൊക്കേഷൻ്റെ പ്രത്യേകതയും. നമ്മളപ്പോൾ ഇന്നലെ ഇവിടെ തിരിച്ച് റിസോർട്ടിലെത്തി. രാത്രി നല്ല ഫുഡൊക്കെ കഴിച്ച് രാത്രി കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ എണീച്ചു. ഞാനിപ്പോൾ ഒരു 6:30-7 മണി എണീച്ചിട്ട് നല്ല കിടിലം വ്യൂ ആണ് പുറത്ത്. കാരണം രാവിലെ നേരത്തെ നല്ല രസമാണ്. അപ്പോൾ ഈവനിങ് ഞാൻ കാണിച്ചിരുന്നല്ലോ റിസോർട്ടിൻ്റെ. രാവിലെ നേരം കൂടി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ട്, ഇതിൻ്റെ വെറൈറ്റി ആണോ, പരിപാടിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. എന്നാൽ നല്ല രസമുണ്ട് കാണാൻ. കാരണം ഇവിടെ
ഓരോരോ ടൈമിൽ ഓരോരോ വൈബാണ്. പ്രത്യേകിച്ച് രാവിലെ നേരത്തും, രാവിലെ ഒരു 7-8 മണി വരെയും, വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമാണ് ഇവിടെ പുറത്ത് ഭയങ്കര കേട്ടോ. അല്ലാത്ത സമയത്ത് കുറച്ച് ചൂട് കൂടുതലാണ്. പക്ഷേ ഈ ഒരു ടൈമിൽ നല്ല രസമാണ്. ഞാൻ കാണിച്ചു തരാമേ. ഇത് കണ്ടോ, ഞാൻ ലുക്കല്ലേ. ഞാൻ എനിക്കൊരു കോഫിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സൺറൈസാണ്, സൺറൈസ് ടൈം കേട്ടോ. ഇപ്പോൾ നല്ല അത്യാവശ്യം ക്ലൗഡ്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സൺറൈസ് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. മഞ്ഞൊക്കെ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ, നല്ല രസമല്ലേ. ഇവിടെ ഞാനേ ജസ്റ്റ് ഇവിടുത്തെ ഫേർണിച്ചേഴ്സൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇവിടെ ഇങ്ങനെ പോവാം നമുക്ക്. ഇവിടുത്തെ ഫേർണിച്ചേഴ്സൊക്കെ ശരിക്കും ഇതൊക്കെയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് മുഴുവൻ, ഈ ഫർണിച്ചേഴ്സ് മുഴുവനും പഴയ ഫർണിച്ചേഴ്സ് റീസ്റ്റോർ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു റിസോർട്ടിൻ്റെ സ്റ്റൈലിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു കപ്പിത്താൻ, ഒരു കപ്പലിൻ്റെ ഫീല് കിട്ടാനും ആ ഒരു പൈററ്റ്സ് ഓഫ് കരീബിയൻ എന്നൊക്കെ ഉള്ള ഫീലില്ലേ, ആ ഒരു കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇതൊക്കെ നോക്കി, ചെയറൊക്കെ നോക്കി, നല്ല കിടിലനായിട്ട് ചെയ്തിട്ടില്ലേ. നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന്. അതേപോലെ ഇവിടെ ഡൈനിങ് ഏരിയ ഉണ്ട്. ഡൈനിങ് ഏരിയയും ഇതേപോലെ തന്നെ ഒരു ചെറിയ ബോട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട്. ഇവിടെ നല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഫുള്ളായിരുന്നു. ഞാൻ ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ കാണിച്ചില്ലേ നിങ്ങളെ. അതേപോലെ ഇവിടെ നമുക്ക് ഇരിക്കാം. ഇത് വളരെ കേട്ടോ, ഇതിൻ്റെ നേരെ ഫ്രണ്ടിലാണ് കടല. ഇത് കണ്ടില്ലേ, ഒരു ഊഞ്ഞാല് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല വർക്ക്, മുഴുവൻ റീസ്റ്റോർ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഒന്ന് ആടി നോക്കട്ടെ, കൊള്ളാട്ടോ സംഭവം, നല്ല രസമുണ്ട്. നല്ല ഫീൽ ഇവിടെ ഇരിക്കുമ്പോൾ. അങ്ങോട്ടുള്ള വ്യൂവേ കേട്ടോ. എന്തായാലും ഓരോ ഏരിയയും നല്ല രസമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഡക്കാണ്, ഞാൻ നല്ല കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞൊരു ഫ്രണ്ട് ഡക്ക് പോലെ ഫീൽ ചെയ്യുന്നൊക്കെ പറഞ്ഞ്, അതാണിത്. എല്ലാം വുഡൻ ക്രാഫ്റ്റ്. അതുകൊണ്ട് അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഈ ഒരു ഏരിയയിൽ മുഴുവൻ ലോണാണ്. അപ്പം അവർക്ക് ഫങ്ഷൻസിനും കാര്യങ്ങളൊക്കെ അവരത് കൊടുക്കുന്നുണ്ട്. ഇതേ സൺറൈസ് കണ്ടോ അവിടെ. ഇവിടെ നമുക്ക് ഒരു കുതിരയും ഒരു കുഞ്ഞിക്കുതിരയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ വർക്ക് കണ്ടോ, ഇതിൻ്റെ മസിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇത് വേറെ ലെവലാണ്. ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓരോരോ പീസായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ടെയിൽ പാർട്ടും എല്ലാം മരങ്ങളാട്ടോ. ഓരോന്നും മരങ്ങളെടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര രസമാണ്. ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ വർക്ക് കണ്ടോ. ഇങ്ങനെ ഇവിടെ കുറേ നല്ല നല്ല വർക്കുകളുണ്ട്. ഇന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിക്ക് ഇവിടെ നമുക്കൊരു ബൈസൈക്കിളോ എന്ന് പറഞ്ഞിട്ടൊരു ഇവൻ്റ് ഉണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സൈക്കിൾ റെൻറ്റിന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ 1.5 മാസമായിട്ടുള്ള ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട്, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈക്കിളൊക്കെ എടുത്ത് പയ്യമ്പലം ബീച്ചിൻ്റെ ഭാഗത്തേക്കൊക്കെ ശേഷം അവരൊരു റേറ്റൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് അവരെ കാണിച്ചു തരാം. ഇതുണ്ടോ, സൈക്കിൾ ഫോർ റെൻറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഓപ്ഷനൊക്കെ ഉണ്ട്, ബൈക്സും കാര്യങ്ങളൊക്കെ, റേറ്റ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ കാർഡ് കൊടുത്തിട്ട് വാങ്ങിക്കാം. അപ്പം ഇവരാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. ഇവർ ജസ്റ്റ് 1.5 months ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് 1/2 hour 1 hour ചൂസ് ചെയ്യാം സൈക്കിൾ. എന്നിട്ട് സൈക്കിൾ എടുത്തിട്ട് പോവാം. അപ്പോൾ ഇവിടെ വന്ന് റിസോർട്ട് താമസിക്കാൻ നിങ്ങൾക്ക് അടുത്ത് തന്നെ വന്ന് ഇതൊക്കെ ഇവിടെ നിന്നുള്ള ഒരുപാട് പേര് സൈക്കിളൊക്കെ എടുക്കുന്നുണ്ട്. ഇതുണ്ട് സൈക്കിൾസൊക്കെ. അപ്പം നല്ലൊരു സൈക്ലിംഗ് എക്സ്പീരിയൻസ് കിട്ടും. നല്ല സംഭവം. ഈ ഒരു ഏരിയയിൽ സൈക്കിൾ ഓടിക്കാനും നല്ലൊരു അടിപൊളി ഫീലാണ്. അവിടെ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നു. അപ്പം നമ്മൾ ബീച്ചിലേക്ക് നടക്കാൻ വന്നതാണ്. അപ്പോൾ ഒരു ചെറിയൊരു പാലമൊക്കെ ഉണ്ട്. നമ്മുടെ പുഴയും കടലും കൂടി ചേരുന്ന സ്ഥലമാണ് കണ്ടോ. കടലിൽ നിന്ന് വെള്ളം അടിച്ചിങ്ങോട്ട് കയറുന്നുണ്ട്, പുഴയിൽ നിന്നുള്ള വെള്ളം അങ്ങോട്ട് പോകുന്നുണ്ട്. നല്ല രസമുള്ള സ്ഥലം കേട്ടോ ഇത്. കുറേ ഫ്ലാറ്റൊക്കെ കാണാം, സ്കൈലൈൻ്റെ ഒക്കെ ഫ്ലാറ്റ് ഉണ്ട് ഈ സൈഡിൽ. അപ്പോൾ നമുക്കത് കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിൽ നല്ല വ്യൂ ആയിരിക്കും. നമ്മളിപ്പോൾ എന്തായാലും റിസോർട്ടിൽ നിന്നുള്ള വ്യൂ കണ്ടല്ലോ. അപ്പോൾ ബീച്ചിൽ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ നടന്ന് ഇപ്പം തിരക്ക് കുറവായി. നല്ല രാത്രി ഒടുക്കാത്ത തിരക്കായിരുന്നു. അപ്പോൾ ഇപ്പം അത്യാവശ്യം തിരക്ക് കുറവാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി ബീച്ചിലുള്ള വ്യൂ കാണാം. അപ്പോൾ ഞാനിത് ഫ്രെയിം നമുക്കിത് തിരിക്കാൻ പറ്റും കേട്ടോ. ഇത് ഇങ്ങനെ തിരിക്കാം. അപ്പോൾ ഞാനിത് സീ സൈഡിലേക്ക് ആക്കി.
കൊള്ളാട്ടോ, നല്ലൊരു പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വിഘ്നേഷ് വാ. വിഘ്നേഷ് എങ്ങനെയുണ്ട്? വിഘ്നേഷ് പിന്നെ കണ്ണൂരുകാരനാണ്. വിഘ്നേഷ് ഫുൾ എൻജോയ്മെൻ്റ് ഇവിടെ. നല്ല അടിപൊളിയായിട്ട് ബീച്ച് ഫുട്ബോളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറേ പേര് നടക്കുന്നുണ്ട്, കുറേ പേര് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് രാവിലെ. എനിക്ക് തോന്നുന്നു വൈകുന്നേരം വരുന്നതിനേക്കാളും ബെറ്ററാണ് രാവിലെ വരുന്നത് ഇവിടെ നിന്ന്. രാവിലെ നേരത്തെ വരുന്നതാണ് ഏറ്റവും രസം. കാരണം ഒന്ന് വൈകുന്നേരം തിരക്ക് ഭയങ്കര കൂടുതലാണ്, പിന്നെ രാവിലെ ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അവിടെ നടന്ന് ശരിക്കും ഈ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ കുറച്ച് ദൂരം നടക്കും, നടന്നിട്ട് തിരിച്ച് റിസോർട്ടിൽ പോകും. റിസോർട്ടിൽ പോയിട്ടൊന്ന് ഫ്രഷപ്പൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്ന് നമ്മൾ വൈകുന്നേരം ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യും. അപ്പം റിസോർട്ടിലും നല്ല അവിടെ നിന്നുള്ള ആംബിയൻസും നല്ലതാണ്. പക്ഷേ നമുക്കിങ്ങനെ ഒരു ബീച്ച് എക്സ്പീരിയൻസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമല്ലോ. ഏകദേശം എത്ര കൊണ്ട് വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ട് ഇവിടെ? വാട്ടർ സ്പോർട്സ് മറ്റേ ഇപ്പോൾ കുറവാണ് കോവിഡ് കാരണം. മറ്റേ ഇല്ലെങ്കിൽ ഒരു 334 മുതൽ ഉണ്ടാവും അല്ലേ? അപ്പോൾ വാട്ടർ സ്പോർട്സും എൻജോയ് ചെയ്യാം. അപ്പോൾ ഞാൻ രാവിലെ അന്ന് വാട്ടർ സ്പോർട്സ് എന്ന് പറയുന്നത് ഇപ്പം കുറേയൊക്കെ ഇല്ല ഈ കോവിഡ് കാരണം, അല്ലെങ്കിൽ അവർ വാട്ടർ സ്പോർട്സും ചെയ്തിട്ടുണ്ടായിരുന്ന. അപ്പോൾ ഫ്രഷപ്പ് ആയിട്ട് ഇതാ ഇവിടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. അപ്പം നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് റൂം റെൻറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ്, എങ്ങനെയുണ്ട് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ നമുക്ക് കാണാം. ഹാർബർ റെസ്റ്റോറൻറ്റ്, ഇതെല്ലാം ഇവർ ഒരു വുഡിൻ്റെ വർക്കിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല വർക്കാണ്, നന്നായിട്ടുണ്ട്. ഒരു നല്ല കളർ കോമ്പിനേഷനൊക്കെ ഉണ്ടല്ലേ. ഇനി നമുക്ക് ഇതിലൂടെ സൈഡിലൂടെ നടന്ന് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം കേട്ടോ. റെസ്റ്റോറൻറ്റ് എൻട്രൻസ് ഇപ്പുറത്താണ്. അപ്പോൾ ബീച്ച് സൈഡ് ഇവിടെയാണ്, ഇത് റെസ്റ്റോറൻറ്റ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഓക്കെ, നല്ല കളർഫുൾ ആയിട്ടില്ലേ, നല്ല ഈ വുഡ് ഈ വർക്കൊക്കെ ഉണ്ടോ, ഈ ടേബിളിൻ്റെ വർക്കെല്ലാം ഇതെല്ലാം ഇമ്പോർട്ടഡ് ടേബിൾസാണ്. ഒരുപാട് നല്ല നോൺ ആൽക്കഹോളിക് ബിവറേജസും കാര്യങ്ങളും മേപ്പിൾ സിറപ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു വുഡ് ഇതൊരു തോണിയുടെയാണ്. തോണിയുടെ ഉള്ളിൽ അവർ ബുക്സും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. ഇത് എടുക്കാൻ പറ്റില്ല കേട്ടോ, ഇതിങ്ങനെ ലോക്ക്ഡാണ് ഇതിൽ. അത് കഴിഞ്ഞ് ഇവിടെ ഒരു മിററുണ്ട്. മിററിൻ്റെ നല്ല കോമ്പിനേഷൻസ് ഓഫ് മിറേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഈ മിറർ നോക്കി, ഇതെല്ലാം കട്ട് വുഡ്സാണ്. ഇതെല്ലാം ചെറിയ ചെറിയ വുഡിൻ്റെ പീസസാണ്. അങ്ങനെയാണ്. സൈഡ് ടേബിളുണ്ട്. ഹായ്, ഈ ഒരു ലാമ്പ് കണ്ടോ, ഞാൻ അവിടെ റിസപ്ഷനിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഏരിയ ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും ഒരു ഫോട്ടോ കോർണർ പോലെ. അപ്പോൾ ഫ്രണ്ട്സ്, സ്റ്റേറ്റ് ബീച്ച് റിസോർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്കെന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല തീം, ശരിക്കൊരു ഷിപ്പിൽ കയറിയൊരു ഫീലാണ്. ഓക്കെ, അപ്പോൾ കണ്ണൂരിലെ ഒരു കപ്പൽ റിസോർട്ട് എന്ന് തന്നെ പറയാം ഇതിനെ. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും വന്നാൽ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല സ്റ്റേ ആയിരുന്നു. റൂംസ് എല്ലാം വളരെ നന്നായിട്ട് പുതിയതാണ്. ചില സജഷൻസ് ഞാൻ അവർക്ക് കൊടുത്തത് ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ് ഇല്ല, അതായത് ഇപ്പോൾ സൈക്ലിങ്ങോ അതുപോലെ തന്നെ ആർച്ചറി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നമുക്ക് പയ്യമ്പലം ബീച്ചൊക്കെ അടുത്തായതുകൊണ്ട് അവിടെ ഒരുപാട് വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് സൈക്ലിംഗ് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അവർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പുതിയ റിസോർട്ട് ആയതുകൊണ്ട് അവർ ആഡ് ഓൺ ചെയ്ത് വരുന്നേ ഉള്ളൂ. അതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. വൈഫൈ ഉണ്ട്, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, പിന്നെ ഫുഡ്, ഇപ്പോൾ ഒരു ഫുഡ് ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം അവർ ഡയറക്റ്റായിട്ട് വിളിക്കാം. അതുപോലെ തന്നെ ഈ ഓൺലൈൻ സൈറ്റുകൾ, അതായത് മേക്ക് മൈ ട്രിപ്പ്, യാത്ര.com ഒക്കെ ലിങ്കും ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് റേറ്റ് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ബാങ്ക് ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടും അതിൽ. ഓക്കെ, അപ്പം അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഈ വീഡിയോയിൽ തന്നെ ഞാൻ നമ്പർ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വിളിക്കാം, നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് കിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് വീഡിയോ ഫ്രണ്ട്സ്. ഈ വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.